ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്തി രാഷ്ട്രപതി ദ്രൌപദി മുർമു. സന്നിധാനത്തേക്ക് രാഷ്ട്രപതിയെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. മുൻ രാഷ്ട്രപതി KR നാരായണന്റെ അർദ്ധകായ പ്രതിമ രാഷ്ട്രപതി നാളെ രാജ്ഭവനിൽ അനാച്ഛാദനം ചെയ്യും. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ആചരണത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം. പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നവംബർ 1 തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 10 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഒളിമ്പിക് മെഡൽ ജേതാവ് നീരജ് ചോപ്രയ്ക്ക് ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി രാജ്യത്തിന്റെ ആദരം. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആതിഥേയരായ തിരുവനന്തപുരം ജില്ലയ്ക്ക് മുന്നേറ്റം. കണ്ണൂരും കോഴിക്കോടും തൊട്ടുപിന്നിൽ. വാർത്തകൾ വിശദമായി. കേരള സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്തി. പമ്പയിൽ ഇരുമുടിക്കെട്ട് നിറച്ച ശേഷം ഉച്ചയോടെയാണ് ശ്രീമതി ദ്രൌപദി മുർമു 18ാം പടി ചവിട്ടി സന്നിധാനത്തെത്തിയത്. പൂർണ്ണകുംഭം നൽകിയാണ് രാഷ്ട്രപതിയെ തന്ത്രി സന്നിധാനത്തേക്ക് സ്വീകരിച്ചത്. ദേവസ്വം മന്ത്രി VN വാസവൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് തുടങ്ങിയവർ രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ സന്നിധാനത്ത് എത്തിയിരുന്നു. സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് ശബരിമലയിൽ ഒരുക്കിയിരുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. കറുപ്പണിഞ്ഞ് ഇരുമുടിക്കെട്ടേന്തി 18ാം പടി ചവിട്ടിയാണ് സന്നിധാനത്തെത്തി രാഷ്ട്രപതി ദർശനം നടത്തിയത്. രാഷ്ട്രപതിക്കൊപ്പം കുടുംബാംഗം ഉൾപ്പെടെയുള്ളവരും ഉണ്ടായിരുന്നു. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ഇരുമുടിക്കെട്ട് നിറച്ച് 4-വീൽ ഡ്രൈവ് ഗൂർഖ എമർജൻസി വാഹനത്തിലാണ് രാഷ്ട്രപതി സന്നിധാനത്തെത്തിയത്. തുടർന്ന് പമ്പ ത്രിവേണിയിലെത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മരാമത്ത് ഓഫീസ് കോംപ്ലക്സിലെത്തി വിശ്രമിച്ചു. ഉച്ചയ്ക്ക് 2:30 റോഡ് മാർഗം പത്തനംതിട്ട പ്രമാടത്തേക്ക് തിരിച്ച രാഷ്ട്രപതി വൈകിട്ട് 4:15 ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്ക് പോയി. സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും രാഷ്ട്രപതിയുടെ സന്ദർശനം കഴിയും വരെ തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. തുടർന്ന് ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ആചരണത്തിന്റെ ഉദ്ഘാടനവും ശ്രീമതി മുർമു നിർവഹിക്കും. പാലാ സെന്റ് തോമസ് കോളേജിലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും രാഷ്ട്രപതി നാളെ പങ്കെടുക്കും. മറ്റന്നാൾ എറണാകുളം സെന്റ് തെരേസാസ് കോളേജിലെ ശതാബ്ദി ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത ശേഷം ശ്രീമതി മുർമു ഡൽഹിക്ക് മടങ്ങും. 4 ദിവസത്തെ കേരള സന്ദർശനത്തിനായി രാഷ്ട്രപതി ഇന്നലെ വൈകുന്നേരമാണ് തിരുവനന്തപുരത്തെത്തിയത്. സന്ദർശനത്തോടനുബന്ധിച്ച് തലസ്ഥാന നഗരിയിൽ കർശന സുരക്ഷ നിലനിൽക്കുകയാണ്. ഇന്ന് രാത്രി 10 വരെയും നാളെ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ സ്കൂളുകളുടെ പ്രവർത്തന സമയത്തിലും നാളെയും മറ്റന്നാളും മാറ്റം വരുത്തിയിട്ടുണ്ട്. ജില്ലയിലെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ എല്ലാ സ്കൂളുകളും നാളെ ഉച്ചകഴിഞ്ഞ് 3 മുൻപായി പ്രവർത്തനം അവസാനിപ്പിക്കണം. കോട്ടയം താലൂക്കിലെ എല്ലാ സ്കൂളുകളും വെള്ളിയാഴ്ച രാവിലെ 8:30 മുമ്പായി പ്രവർത്തനം ആരംഭിക്കണമെന്നും ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ നിർദ്ദേശം നൽകി. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അന്തിമ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 1031 പേരിൽ അർഹതപ്പെട്ടവർക്ക് ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. 2017 തയ്യാറാക്കിയ പ്രാഥമിക ലിസ്റ്റിൽ ഉൾപ്പെട്ടതും അന്തിമ ലിസ്റ്റിൽ നിന്ന് പിന്നീട് ഒഴിവാക്കപ്പെട്ടതുമായ ദുരിതബാധിതർക്കാണ് ധനസഹായം നൽകുന്നത്. ഭൂരഹിത ഭവനരഹിത പട്ടികയിൽപ്പെട്ട ആലപ്പുഴ ജില്ലയിലെ 50 അതിദരിദ്ര കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് അനുവദിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. പുറക്കാട് മണ്ണുംപുറത്ത് നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്ന ഫിഷറീസ് വകുപ്പിന്റെ ഫ്ളാറ്റ് സമുച്ചയത്തിലെ 50 ഫ്ളാറ്റുകളാണ് നൽകുക. രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം മാറിയതിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നവംബർ 1 തിരുവനന്തപുരത്ത് നിർവഹിക്കും. 60,000-നടുത്ത് കുടുംബങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചാണ് കേരളം ഈ ചരിത്ര നേട്ടം കൈവരിച്ചത്. നിതി ആയോഗിന്റെ കണക്കുകൾ അനുസരിച്ച് രാജ്യത്ത് ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സർക്കാർ സംവിധാനങ്ങളെയും സന്നദ്ധ പ്രവർത്തകരെയും പൊതുജനങ്ങളെയും ഏകോപിപ്പിച്ചാണ് ഈ ലക്ഷ്യം നേടിയതെന്ന് മന്ത്രി MB രാജേഷ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആദ്യമായിട്ടാണ് ഇന്ത്യൻ സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമാവുന്നത്. ഗവൺമെന്റ് ചെയ്തത് കുടുംബശ്രീ മുഖേന വിപുലമായൊരു സർവേ നടത്തുകയാണ്. ആ സർവേയിലൂടെ കണ്ടെത്തിയത് 64,006 കുടുംബങ്ങളെയാണ്. അതിദരിദ്രരാവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിർണ്ണയിക്കുകയുണ്ടായി. ആ ക്ലേശ ഘടകങ്ങൾ ഓരോന്നും പരിഹരിക്കുന്നതിനാവശ്യമായ പ്രത്യേകം മൈക്രോ പ്ലാൻ ഓരോ കുടുംബത്തിനും വേണ്ടി തയ്യാറാക്കി. ആ മൈക്രോ പ്ലാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളും ഏകോപിച്ച് കഴിഞ്ഞ 4 വർഷമായിട്ട് നടപ്പാക്കി ഈ നേട്ടത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്.
ഇന്ത്യയ്ക്കായി 2 തവണ ഒളിമ്പിക് മെഡൽ നേടിയ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്രയ്ക്ക് ആദരസൂചകമായി ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെയും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെയും സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിലാണ് ബഹുമതി സമ്മാനിച്ചത്. സ്ഥിരോത്സാഹത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും പ്രതീകമാണ് നീരജ് ചോപ്രയെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് ചടങ്ങിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാന സർക്കാരിന്റെ ഇന്റേൺഷിപ്പ് കേരള പദ്ധതിയുടെ വെബ്സൈറ്റ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് അറിയപ്പെടുന്ന സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഇന്റേൺഷിപ്പ് അവസരങ്ങൾ തെരഞ്ഞെടുക്കുന്നതിന് പോർട്ടൽ സഹായകമാകുമെന്ന് മന്ത്രി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിലും കെൽട്രോണുമായി സഹകരിച്ചാണ് പോർട്ടൽ വികസിപ്പിച്ചത്. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആതിഥേയരായ തിരുവനന്തപുരം ജില്ലയ്ക്ക് മുന്നേറ്റം. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 74 സ്വർണവും 56 വെള്ളിയും 73 വെങ്കലവും കരസ്ഥമാക്കി 639 പോയിന്റോടെ തിരുവനന്തപുരം പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്താണ്. 377 പോയിന്റുമായി കണ്ണൂർ 2ാം സ്ഥാനത്തും 296 പോയിന്റുമായി കോഴിക്കോട് 3ാം സ്ഥാനത്തുമാണ്. 290 പോയിന്റ് നേടി തൃശൂർ ജില്ലയും തൊട്ടുപിന്നിലുണ്ട്. 12 വേദികളിലായാണ് കായികമേള പുരോഗമിക്കുന്നത്. മേളയുടെ ആകർഷണീയതയായ അത്ലറ്റിക്സ് മത്സരങ്ങൾ നാളെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 10 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 9 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തമിഴ്നാട്ടിലെ തീരദേശ ജില്ലകളിലും വ്യാപക മഴ തുടരുകയാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ 3 ഷട്ടറുകൾ അടച്ചു. 10 ഷട്ടറുകൾ 1.5 മീറ്റർ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം കരമനയാറ്റിൽ കേന്ദ്ര ജല കമ്മീഷൻ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറ ഫ്രഷ് കട്ട് ഫാക്ടറിക്ക് സമീപം ഇന്നലെയുണ്ടായ അക്രമ സംഭവങ്ങളിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. വധശ്രമം, അതിക്രമിച്ചു കടക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസെടുത്തു. സംഘർഷം നിയന്ത്രിക്കുന്നതിനിടെ വടകര റൂറൽ SP ഉൾപ്പെടെ 20-ലധികം പോലീസുകാർക്കും പരിക്കേറ്റിരുന്നു. കോഴി മാലിന്യ സംസ്കരണ ഫാക്ടറിക്കെതിരെ ഏറെക്കാലമായി നിലനിൽക്കുന്ന പ്രതിഷേധമാണ് ഇന്നലെ സംഘർഷത്തിൽ കലാശിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 26-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 127ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും മറ്റന്നാൾ വരെ പങ്കുവയ്ക്കാം. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ച് സംസ്ഥാന BJP നേതൃത്വം. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ കഴിഞ്ഞ 30 വർഷത്തെ ഇടപാടുകൾ അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസിക്ക് നിർദ്ദേശം നൽകണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അയച്ച കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ ആശാ വർക്കർമാർ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പ്രതിഷേധക്കാരെ പോലീസ് ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച ആശാപ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. മൈക്ക് സെറ്റും സ്പീക്കറും പോലീസ് പിടികൂടിയതിൽ പ്രതിഷേധിച്ച് ആശാപ്രവർത്തകർ റോഡിലും പോലീസ് ജീപ്പിന് മുന്നിലും കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഇന്ന് 2 തവണയാണ് വിലയിൽ കുറവ് രേഖപ്പെടുത്തിയത്. പവന് 2480 രൂപ താഴ്ന്ന് 93,280 രൂപയും ഗ്രാമിന് 11,660 രൂപയുമായിരുന്നു രാവിലെ വില. ഉച്ചയോടെ വില പവന് വീണ്ടും 960 രൂപ കുറഞ്ഞ് 92,320 രൂപയും ഗ്രാമിന് 11,540 രൂപയുമായി. ICC വനിതാ ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ ഓസ്ട്രേലിയയ്ക്ക് 245 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് നിശ്ചിത 50 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 244 റൺസാണ് നേടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ശബരിമല സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി തിരുവനന്തപുരത്തേക്ക് മടങ്ങി. മുൻ രാഷ്ട്രപതി KR നാരായണന്റെ അർദ്ധകായ പ്രതിമ രാഷ്ട്രപതി നാളെ രാജ്ഭവനിൽ അനാച്ഛാദനം ചെയ്യും. ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ആചരണത്തിന്റെ ഉദ്ഘാടനവും ശിവഗിരിയിൽ നിർവഹിക്കും. രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം. പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നവംബർ 1-ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 10 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഒളിമ്പിക് മെഡൽ ജേതാവ് നീരജ് ചോപ്രയ്ക്ക് ലഫ്റ്റനന്റ്
കേണൽ പദവി നൽകി രാജ്യത്തിന്റെ ആദരം. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആതിഥേയരായ തിരുവനന്തപുരം ജില്ലയ്ക്ക് മുന്നേറ്റം. കണ്ണൂരും കോഴിക്കോടും തൊട്ടുപിന്നിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.